നമസ്തേ. കുംഭകോണത്തിലെ ക്ഷേത്രങ്ങളിൽപ്പെട്ട സാരംഗപാണി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ദർശനം. ഇവിടെ മഹാവിഷ്ണു ഭഗവാനാണ് കുടികൊള്ളുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ വൈഷ്ണവ ക്ഷേത്രമാണ് സാരംഗപാണി ക്ഷേത്രം. ആഴ്വാൻമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഇത്. പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ വിഷ്ണു ഭഗവാൻ ശാരംഗപാണിയായി, അതായത് കയ്യിൽ വില്ലുള്ളവനായി, വലതുകൈ തലയ്ക്ക് താഴെ വെച്ച് വിശ്രമിക്കുന്ന ഭാവത്തിലാണ് ദർശനം നൽകുന്നത്. കിഴക്കോട്ട് ദർശനമായി കൂറ്റൻ കരിങ്കൽ ഭിത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിൽ വിവിധ ഗോപുരങ്ങളും ജലാശയങ്ങളും ഉൾപ്പെടുന്നു. കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ പെട്ട ഒന്നാണ്. മറ്റ് 4 ക്ഷേത്രങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. സുന്ദരരാജ പെരുമാൾ ക്ഷേത്രം, സേലം ഒപ്പിലിയപ്പൻ ക്ഷേത്രം, നാച്ചിയാർ കോവിൽ, തിരുമല വെങ്കടേശ്വര ക്ഷേത്രം എന്നിവയാണ് ബാക്കിയുള്ളവ. 11 നിരകളുള്ള രാജഗോപുരത്തിന് 173 അടി ഉയരമുണ്ട്. ഹേമഋഷി മഹർഷിക്ക് വേണ്ടിയാണ് സാരംഗപാണി പ്രത്യക്ഷപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തമിഴ് മാസമായ ചിത്തിരയിൽ, അതായത് മാർച്ച് ഏപ്രിൽ ആഘോഷിക്കുന്ന ക്ഷേത്ര രഥോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഇരട്ട ക്ഷേത്ര രഥങ്ങൾ തമിഴ്നാട്ടിലെ 3ാമത്തെ വലിയ രഥങ്ങളാണ്. ഓരോന്നിനും 30 ടൺ വീതം ഭാരമുണ്ട്. ഉത്താനശയനത്തിൽ ഭഗവാനെ അല്പം ഉയർത്തിക്കാണുന്ന വിധത്തിൽ ദർശനം നടത്താം. ശ്രീ സാരംഗപാണിയുടെ നാഭിയിൽ നിന്ന് പുറപ്പെടുന്ന താമരയിൽ ബ്രഹ്മാവിനെയും ഹേമർഷിയും മകൾ കോമളവല്ലിയും ഭഗവാന്റെ മുന്നിൽ കൂപ്പുകൈയോടെ നിൽക്കുന്നതായിട്ടും കാണാം. അക്ഷയ തൃതീയ ദിനത്തിൽ 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവതകൾ ഗരുഡനിൽ എഴുന്നള്ളുകയും കുംഭകോണത്തെ പ്രധാന തെരുവിൽ ഭക്തർക്ക് ദർശനം നൽകുകയും ചെയ്യുന്നു. പല ക്ഷേത്രങ്ങളിലും ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയുടെ വേഷം ധരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ബ്രഹ്മോത്സവ സമയത്ത് ലക്ഷ്മി ദേവി വിഷ്ണുവിൻ്റെ വേഷം ധരിക്കുന്ന ഒരേയൊരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൽ ഇനി എങ്ങനെ എത്തിച്ചേരാം? ഈ ക്ഷേത്രത്തിലേക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കുംഭകോണം റെയിൽവേ സ്റ്റേഷനാണ്. അത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വിമാനത്താവളമാണെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്നത് ട്രിച്ചി വിമാനത്താവളമാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് ഒരു 100 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. ഇനി റോഡ് മാർഗം ആണെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, തിരുച്ചിറപ്പള്ളി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം പതിവായി ബസ് സർവീസുകൾ ഉണ്ട്. ദർശന സമയം രാവിലെ 6 മണി മുതൽ 12:30 വരെയും ഉച്ചകഴിഞ്ഞ് 4 മണി മുതൽ 8 മണി വരെയുമാണ്. ഇവിടെ എല്ലാ ഭക്തർക്കും പൊതുദർശനം സൗജന്യമാണ്. പിന്നെ കൂടുതൽ വ്യക്തിപരവും ആഴത്തിലുള്ളതുമായ ആരാധനാനുഭവത്തിനായി ക്ഷേത്രം നിരവധി പണമടച്ചുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പൂജകൾ ഓൺലൈൻ ബുക്കിംഗ് ലഭ്യമല്ല. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.